എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളതിന്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാതെ വന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ക്ലാസ് തുടരുകയാണ്. ഇന്ന് മുതൽ നമ്മൾ മലയാളത്തിന്റെ, ഇന്നലെ നമ്മുടെ ടീച്ചർ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇന്ന് മുതൽ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു കൃത്യമായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ നമുക്കൊരു ടാസ്ക് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. എന്താണ്? ടീച്ചർ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നും നിങ്ങളൊരു ചോദ്യം സ്വന്തമായി നിർമ്മിച്ച് ആ ചോദ്യത്തിന്റെ 4 ഓപ്ഷനുകൾ വരാൻ സാധ്യതയുള്ള 4 ഓപ്ഷനുകളും അതുപോലെ തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ ഗ്രൂപ്പിൽ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഇടുക. നമ്മളത് നോക്കും. പിന്നെ പരീക്ഷ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ നടത്തും. അതിന്റെ ഉത്തരം നിങ്ങൾ എഴുതി വെക്കുക. ഇതൊന്നും മറക്കരുത്. സമയം നമുക്ക് വളരെ കുറവാണ്. സമയം വളരെ പരിമിതമാണ്. കിട്ടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കൈച്ചിലാവാൻ നോക്കുക. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് നയിക്കാനായിട്ട് നമ്മുടെ രേവതി ടീച്ചറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മലയാളം ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇന്ന് പഠിക്കാൻ നിങ്ങളോട് ഒരു ഭാഗം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അല്ലെ? പഠിക്കാൻ ശബ്ദ വിഭാഗം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഗദ്യവും പദ്യവും PYQ നോക്കിയോ? എത്ര പേര് നോക്കിയിട്ടുണ്ട്? എന്നിട്ട് ഞാൻ പറയുന്നതിൽ വിരുദ്ധമായ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്സേ. തൊട്ടടുത്ത് തന്നെ ഉത്തരവില്ലേ? ഉണ്ട്. നോക്കി. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്നുള്ളത്. ക്വസ്റ്റ്യനും അതിൽ തന്നെ ഉണ്ട്, ആൻസറും അതിനകത്ത് തന്നെ ഉണ്ട് അല്ലെ? ഒന്നോ പര്യായങ്ങളോ അതിന് പകരമായി ഉപയോഗിക്കുന്ന പദം ഏത് എന്നുള്ളതോ ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ പിരിച്ചെടുത്തോ. ഇങ്ങനെ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ ചോദ്യവും ഉത്തരവും അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും മാർക്ക് പോവരുത്. ലാസ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ ഒരിക്കൽ കൂടി ഗദ്യവും പദ്യം എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പൊ എന്തായാലും നിങ്ങൾ അത് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. നമുക്ക് സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലെ? അപ്പൊ ശബ്ദത്തിൻ്റെത് നിങ്ങൾ ആരെങ്കിലും, സാർ ഇന്നലെ പറഞ്ഞു ആപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്ക്, അതിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ്സിൽ ആരെങ്കിലും ശബ്ദം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടോ? ക്ലാസ് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല എന്നാണ്. എന്തെങ്കിലുമൊക്കെ പറയണേ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു വോയിസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം. നോക്കിയോ? ഗദ്യവും പദ്യവും നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ബേസ് ആയിട്ട് ഗദ്യവും പദ്യവും നോക്കി. അതില് ഗദ്യത്തിൽ പറയുന്ന മറ്റേ കവിത, അതിലെ വരികൾ കൃത്യതയോടാണ്, ചിഹ്നങ്ങളൊക്കെ നോക്ക്, അങ്ങനെ പറയണായിട്ട് കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാരും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആശയങ്ങളോട് ഒക്കെയാണ്. ഇതിൽ അഭിപ്രായങ്ങളായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ ചോദ്യ ഉത്തരമൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും ബേസിൽ നിന്ന് നമ്മൾ തുടങ്ങാണ്. എത്ര മലയാളം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും അത് നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ആ ബുദ്ധിമുട്ട് ഇല്ലാതാക്കണം. ഞാനിവിടെ കറക്റ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യണം. പിന്നെ 10-15 സ്ലൈഡ് കഴിഞ്ഞ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ചെയ്യില്ല. ഓക്കെ. ഇനി നമുക്ക് എന്തായാലും തുടങ്ങാം. സ്ക്രീൻ ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യട്ടെ. കാണാവോ? സ്ക്രീൻ കാണാവോ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാരും ഒരു പേപ്പറും പെന്നും എടുത്ത് ഞാനൊരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ 5 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 2020 കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പേരച്ചത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? ഒടിഞ്ഞ മരം, കരഞ്ഞു കലങ്ങിയ, പറഞ്ഞു വിട്ടു, എറിഞ്ഞു വീഴ്ത്തി.
ഇതില് പേരച്ചത്തിന് ഉദാഹരണമായി വരുന്ന പദം, നിങ്ങൾ എല്ലാരും കേട്ടിട്ട് പരീക്ഷ എഴുതിയ ആളുകളാണ്, 1-2 പേര് മാത്രമേ പുതുതായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2020 കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിലെ ഏതാണ് പേരച്ചത്തിന് ഉദാഹരണം? ഏതായിരിക്കാം? ഒടിഞ്ഞവരാണോ? അങ്ങനെയാണെങ്കിൽ എഴുതി വെക്കാം. അല്ല കരഞ്ഞു കലങ്ങിയാണോ? നിങ്ങളുടെ ഇഷ്ടം എന്താണോ? നിങ്ങളുടെ ആൻസർ അവിടെ. നാമത്തെ വിശേഷിപ്പിക്കുന്നല്ലേ പേരച്ച? നാമത്തെ വിശേഷിപ്പിക്കുന്നതാണോ പേരച്ചം? ആണോ? എനിക്കറിഞ്ഞൂടാ. ആണോ എന്നുള്ളതും നിങ്ങൾ എഴുതി വെക്കാം. 2020 ക്വസ്റ്റ്യൻ ആണ്. 1 നമ്പർ ഇട്ടിട്ട് അതിന് ആൻസർ എഴുതും. നിങ്ങൾ തന്നെ അവസാനം എനിക്ക് നിങ്ങൾ എഴുതിയ ആൻസറും അതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയണം. എഴുതിയല്ലോ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 ഇതേ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വ്യാകരണപരമായി പേരച്ചത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? ഇത് ഡീറ്റെയിൽ ആയിട്ട് 4 ഓപ്ഷൻ ഒന്നും എഴുതണ്ട. ഇതൊന്നും റിപ്പീറ്റ് അല്ല, മലയാളത്തിൽ ഒന്നും റിപ്പീറ്റ് അല്ല. പക്ഷെ അതെങ്ങനെ, അതിന്റെ ഒരു മാതൃക നമ്മൾ പഠിച്ചു വെക്കണം. എന്താ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള പ്രായോഗിക വ്യാകരണം പഠിക്കുക എന്നുള്ള ഉദ്ദേശം. ഉത്തരം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പേരച്ചത്തിന്റെ ഉദാഹരണമായി വരുന്ന പദം ഏത്? ഇത് 2020 ക്വസ്റ്റ്യൻ. ഇനി 2021 ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം ഏത്? വരെ, കൊണ്ട്, ചാടി, പറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലേതാ വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം? ഏതാ? പറയേ. വരെ. വരെയാണെങ്കിൽ വരെ. ഒരാൾ മാത്രമേ ഉള്ളോ? ബാക്കിയുള്ളവർ എവിടെ പോയി? കൊണ്ട് കൊണ്ട് ചാടി, കൊണ്ട്. ഓക്കെ, എഴുതിക്കോ. പറ്റി. എല്ലാ ഉത്തരവായിട്ടുണ്ട്. ABCD കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതേ ഭാഗത്തെ 2022 എത്തിയപ്പോ വന്ന ചോദ്യം നോക്കിയേ. താഴെ ചേർത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമം ഏത്? ഇത് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. ഉത്തമൻ, പ്രഥമൻ, മധ്യമൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾ, നീ, അദ്ദേഹം, ഞാൻ. 2022 ഇതേ ഭാഗത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വന്ന മറ്റൊരു ചോദ്യം. ഏതാ ഉത്തരം വരുന്നേ? ഉത്തമ പുരുഷൻ ഞാനാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനാണ്. ബാക്കിയോ? ബാക്കിയുള്ളവരോ? നീ. ഞാന്, നീ ആയിട്ടുണ്ട്. ഇനി വേറെ അടുത്താള് അദ്ദേഹം ഉണ്ടോ? അവൻ, അവൾ, അദ്ദേഹം ഒക്കെ ഉണ്ടെങ്കിൽ ആൻസറിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി അദ്ദേഹം, അതുമായി. അപ്പൊ പിന്നെ ഒരു മിനിറ്റ്, പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ താഴെ കൊടുത്തില്ലേ. ഇനി 2023 ഉള്ള ചോദ്യം നോക്കാം. രാവണൻ എന്ന രാക്ഷസൻ, ഇതിൽ എന്ന് പറയുന്ന ശബ്ദം ഏത് വിഭാഗത്തിൽ പെടുന്നു? വാചകം, വിഭക്തി, വചനം, ദ്യോതകം. 2022 ഈ ചോദ്യത്തിന്റെ മറ്റൊരു ഭാവം. ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓരോ തരത്തിലുള്ള ചോദ്യങ്ങളാന്ന് മാത്രം. ഏതാ ഉത്തരം വരിക? ഈ എന്ന് പറയുന്ന പദം വാചകം, വിഭക്തി, വചനം, ദ്യോതകം. വിഭക്തിയാണ്. എല്ലാരും ഒരേ സ്വരത്തിൽ വിഭക്തിയാണോ? ദ്യോതകം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രയോജക ക്രിയക്ക് ഉദാഹരണമായി നൽകാവുന്ന പദം ഏത്? 2023 ചോദിച്ച മലയാളത്തിലെ ചോദ്യമാണ്. പ്രയോജക ക്രിയക്ക് ഉദാഹരണമായി വരുന്ന പദം ഏത്? നടക്കുന്നു, തിരിയുന്നു, ഉണ്ണുന്നു, കാട്ടുന്നു. ഏതാ? നടക്കുന്നു. പ്രയോജക ക്രിയക്ക് ഉദാഹരണം നടക്കുന്നു ആണോ?
കാട്ടുന്നു. 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 കാട്ടുന്നു ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നോക്കിക്കോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ, പിൻവിനയച്ചത്തിന് ഉദാഹരണം. ഈ പിൻവിനയച്ചം എന്ന് മലയാളംകാര് മറക്കാനും സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പിൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? ചെന്നു പറഞ്ഞു, വരാൻ പറഞ്ഞു, പോയാൽ കാണാം, പോകവേ കണ്ടു. 2024 ക്വസ്റ്റ്യൻ ആണ്. ഏതാ പിൻവിനയച്ചത്തിന് ഉദാഹരണം? ഏതാ? പോകവേ കണ്ടു. പോകവേ കണ്ടു. ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളവര് വരാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മള് എത്ര ക്വസ്റ്റ്യൻ നോക്കി വെച്ചിട്ടുണ്ട്? 6 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 6 ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് നല്ലൊരു ധാരണയായി. മലയാളത്തിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവരാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നതെന്നുള്ള ധാരണ എനിക്കുണ്ടായി. കാരണം ഓപ്ഷൻ ABCD വന്നിട്ടുണ്ട്. കുറെ പേര് എങ്ങനെയൊക്കെയോ കറക്കി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരം എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ആ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങ് തുടങ്ങാൻ പോവാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ചുട്ടെഴുത്ത് അല്ലെങ്കിൽ കേവലമായ എഴുത്ത് എന്ത്? ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞ എന്താ? ചൂണ്ടിപ്പറയാനും ഉപയോഗിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്നതാണോ? ചൂണ്ടിപ്പറയുന്നതിനുള്ള എഴുത്ത് അല്ലെ? ചൂണ്ടിപ്പറയുവാനുള്ള എഴുത്താണ് എന്ത്? ചുട്ടെഴുത്തുകൾ അല്ലെങ്കിൽ കേവലമായ എഴുത്ത് എന്ന് പറയുന്നത്. ആ, ഈ, എ, അത്, ഇത്, ചോദ്യ രൂപത്തിലുള്ള എന്ത് തുടങ്ങിയ 3 എണ്ണമാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മലയാളം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം അക്ഷരങ്ങൾ എന്ന് പറയുന്നത് സ്വരാക്ഷരമുണ്ട്. അതുപോലെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് അല്ലെ? സ്വതന്ത്രമായി ഉച്ചരിക്കുന്നവയാണ് സ്വരാക്ഷരങ്ങൾ. മറ്റൊരാളുടെയും സഹായം ഇല്ലാതെ ഒറ്റക്ക് ഉച്ചരിക്കുന്നവ സ്വരാക്ഷരാണെന്നും ഒരു സ്വരത്തിന്റെ സഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ കഴിയുന്നവയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും നമുക്കറിയാം. അപ്പൊ എന്റെ ചോദ്യം ഇതല്ല. നമ്മള് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്താ? ഭാഷയുടെ ശബ്ദാണോ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം? ശബ്ദം. വർണ്ണമാണ് അല്ലെ? ചോദ്യം പറഞ്ഞു. ചോദ്യം ഒന്നും കൂടി പറഞ്ഞു. ചോദ്യം എന്താന്ന് വെച്ചാല് ശ്രദ്ധിച്ച് കേൾക്കണേ. ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വർണ്ണം എന്ന് പറയുന്നത്. അതായത് വർണ്ണം എന്താ? നമ്മൾ ഒരു വാക്യത്തെ എടുക്കുവാണ്. ഈ വാക്യത്തെ നമ്മൾ എന്ത് ചെയ്യും? പിരിക്കാൻ പോവാണ്. വാക്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഞാൻ അവിടെ പോയില്ല എന്ന് പറയുന്ന ഒരു വാക്യം. ആ വാക്യത്തെ നമ്മൾ പിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാക്യത്തെ പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? ഒരു വാക്യം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചേരണം? അക്ഷരം. വാക്കുകൾ. അക്ഷരാണ്. വാക്കുകൾ. നോക്ക്, നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ലേ? പദങ്ങൾ ചേരണം അല്ലെ? പദങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാക്യം കിട്ടുന്നത്. അപ്പൊ ഈ പദങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് ചേരണം? അക്ഷരങ്ങൾ ചേരണം അല്ലെ? അക്ഷരങ്ങൾ ചേരുമ്പോൾ നമുക്ക് പദങ്ങളും, പദങ്ങൾ കൃത്യമായി ചേരുമ്പോൾ വാക്യവും കിട്ടും. അപ്പൊ ഈ അക്ഷരങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ തമ്മിൽ ചേരേണ്ടതുണ്ട്? അക്ഷരം എങ്ങനെയാ ഉണ്ടാവുന്നത്? അക്ഷരം എങ്ങനെയാ ഉണ്ടാവുന്നേ? ശബ്ദവും വർണ്ണവും. ശബ്ദവും വർണ്ണവും. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അക്ഷരങ്ങൾ എങ്ങനെയുണ്ടാവും? ചിഹ്നങ്ങളൊന്നും ഇവിടെ വേണ്ട. അക്ഷരങ്ങൾ ഉണ്ടാവുന്നതിന് എന്താ ചിഹ്നം? അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു അക്ഷരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേർന്നുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വർണ്ണങ്ങള്. ഉച്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയത് എന്ന് ചോദിച്ചാൽ അത് അക്ഷരാണ്. ഉച്ചരിക്കാൻ കഴിയുന്നത് അക്ഷരമാണ്. എന്നാൽ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വർണ്ണങ്ങളാണ്. അപ്പൊ വർണ്ണം എന്ന് പറഞ്ഞാൽ പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം.
ഏതൊക്കെ ഇതിനകത്ത് പെടുവാന്നറിയോ? സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരം ആ എന്ന് പറയുന്ന ഒരു അക്ഷരത്തെ നമുക്ക് പിരിക്കാൻ പറ്റുമോ? വീണ്ടും പറ്റുമോ? ഇല്ല. ഇല്ല. മാ കാ ച. മായെ നമുക്ക് പിരിക്കാൻ പറ്റൂലേ? പറ്റുമോ? മാ എന്ന് പറയുന്ന ഒരു അക്ഷരത്തെ പിരിക്കാൻ പറ്റുമോ? മാ പറ്റുമോ? ഇല്ല. മായ പിരിക്കാൻ പറ്റില്ല. മായ പിരിക്കാൻ പറ്റില്ല. ആ പ്ലസ് അതായത് നമുക്ക് എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളെയും പിരിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വതന്ത്രമായിട്ട് ആര് സഹായം കൂടാതെ ഉച്ചരിക്കുന്നത് സ്വരാക്ഷരമാണ്. എന്നാൽ സ്വരത്തിന്റെ സഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ കഴിയുന്നവയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. മ എന്ന് പറയുന്ന ഒരു അക്ഷരം നമ്മൾ പറയുമ്പോ മ പ്ലസ് ആയാണ് മ. ഇനി മാന്നാണെങ്കിൽ മ പ്ലസ് ആ ഉണ്ടെങ്കിൽ അത് മാ ആവും. മി ആണെങ്കിൽ മ പ്ലസ് ഇ ആവണം മീ. അപ്പൊ എല്ലാ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനത്തോടൊപ്പം സ്വരാക്ഷരം ചേർന്നാൽ മാത്രമേ നമുക്കൊരു വ്യഞ്ജനാക്ഷരം കിട്ടൂ. ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരത്തോട് ഒരു സ്വരം ചേർന്നാൽ മാത്രമേ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ കിട്ടൂ. കായാണെങ്കിൽ ക പ്ലസ് ആയാണ്, മായാണെങ്കിൽ മ പ്ലസ് ആയാണ്, ചായാണെങ്കിൽ ച പ്ലസ് ആയാണ്, അത് മീ ആവണമെങ്കിൽ മ പ്ലസ് ഇ ആണ്. അപ്പൊ എല്ലാത്തിന്റെ കൂടെയും ഒരു സ്വരം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞത് വർണ്ണങ്ങൾ പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വർണ്ണം. അതിൽ വരുന്നതാണ് സ്വരാക്ഷരങ്ങൾ വരുന്നു. ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ ക്ക് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പിരിക്കാൻ പറ്റുമോ? ക്ക് മ ച ത് പ് ഇതിനൊക്കെ നമുക്ക് പിരിക്കാൻ പറ്റുമോ? ഇല്ല, പിരിക്കാൻ പറ്റില്ല. അപ്പൊ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ, പിന്നെ നമ്മുടെ ചില്ലക്ഷരങ്ങളെയും നമുക്ക് പിരിക്കാൻ പറ്റില്ല. ഇൻ, ഇർ, ഇൽ, ഇൽ, ഇൻ ഇങ്ങനെ 5 ചില്ലക്ഷരങ്ങൾ നമുക്കുണ്ട്. ഇതിനെയും നമുക്ക് പിരിക്കാൻ പറ്റില്ല. അതുപോലെ അനുസാരം, വിസർഗം. അനുസാരം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ അം ചിഹ്നം, അതാണ് അനുസാരം. അം ചിഹ്നം വരുന്ന മം, കം, ചം, തം ഇവയൊന്നും നമുക്ക് പിരിക്കാൻ പറ്റില്ല. അതുപോലെ വിസർഗം, 2 കുത്തുകള് അഹ എന്ന് എഴുതുന്ന ചിഹ്നം, അത് വന്നാലും നമുക്ക് പിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, സന്ധി പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒന്നുകൂടി പറയാം, ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വർണ്ണമാണ്. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. സ്വരാക്ഷരങ്ങൾ, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം, അനുസാരം, വിസർഗ, ചില്ലക്ഷരങ്ങൾ ഇത്രയുമാണ് വർണ്ണങ്ങളായിട്ട് വരുന്നത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് നമുക്കൊരു അക്ഷരം കിട്ടുന്നത്. ഇത്രയും ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഇനി അക്ഷരത്തെ നമ്മൾ പറഞ്ഞു ഉച്ചാരണക്ഷമമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകം എന്ന് പറഞ്ഞാൽ അത് അക്ഷരമാണ്. നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറുത് അക്ഷരങ്ങളാണ്. ആ അക്ഷരമാണ് സ്വരവും വ്യഞ്ജനവുമായിട്ട് തിരിച്ചേക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോ എന്ത് കിട്ടും? നമുക്ക് പദങ്ങൾ കിട്ടും, അല്ലെ? ഈ പദങ്ങൾ എന്ന് പറയുന്നതിനെയാണ് ശബ്ദം എന്നും പറയുന്നത്. പദം അഥവാ ശബ്ദം എന്ന് പറയുന്നത്, പദങ്ങൾക്കാണല്ലോ ഒരു അർത്ഥം ഉണ്ടാവുന്നതും. പറയുമ്പോ ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് പദങ്ങളെ തന്നെയാണ്. അപ്പൊ ഈ പദങ്ങള് അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോ പദം ഉണ്ടാവും. പദങ്ങൾക്ക് എപ്പോഴും അർത്ഥം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചേരാം. ഇപ്പൊ മുല്ല എന്ന് പറയുന്നത്, മുല്ല എന്ന കൃത്യമായിട്ട് 2 അക്ഷരങ്ങൾ ചേരുമ്പോ ഒരർത്ഥമുള്ള ഒരു പദം നമുക്ക് കിട്ടി എന്ന് വെച്ചിട്ടല്ലാതെ ലായും മായും ചെന്ന് ലമ ചമ, നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടിയിട്ടും പദങ്ങൾ ഉണ്ടാക്കാം, ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പറ്റൂലേ? പറ്റൂലേ? പറ്റും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും അക്ഷരങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് പദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പദങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, വാക്യത്തെ പിരിച്ച പദവും, പദത്തെ പിരിച്ചാൽ അക്ഷരം, അക്ഷരത്തെ പിരിച്ചാൽ വർണ്ണം. ഇങ്ങനെയാണ് ഒരു ഭാഷയുടെ ഘടന എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇനി ഈ അക്ഷരങ്ങൾ കൂടി ചേർന്ന് പദങ്ങൾ കിട്ടി, അല്ലെങ്കിൽ ശബ്ദം കിട്ടി.
ഈ ശബ്ദത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് വാചകമെന്നും ദ്യോതകമെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചു. പദങ്ങളെ രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ പദങ്ങൾക്ക് അർത്ഥവുമില്ല, എന്നാൽ എല്ലാ പദങ്ങൾക്ക് ചില പദങ്ങൾക്ക് അർത്ഥവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദത്തെ അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് വാചകം ദ്യോതകം എന്ന് പറയുന്നത്. വാചകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേൾക്കുമ്പോൾ അർത്ഥമുള്ള അത് തന്നെ, അത്രേ ഉള്ളൂ. വാചകം എന്ന് പറഞ്ഞാല് നമുക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം ലഭിക്കുന്നത് വാചകം. നമുക്കൊരു കാര്യം കേൾക്കുമ്പോ തന്നെ അർത്ഥം കിട്ടുന്നുണ്ടോ, അത് വാചകം. ഇപ്പൊ ഞാൻ പറയാണ് പുളിപ്പ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് പുളിപ്പ് എന്ന് പറയുന്ന ഒരാശയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? പുളിപ്പ്, എരിവ്, മധുരം, ഉപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ആശയം വന്നു തുടങ്ങി. ഇതുപോലെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം നൽകുന്നവയാണെങ്കിൽ അത് വാചകം. അപ്പൊ പിന്നെ ദ്യോതകം എന്തായിരിക്കും? അർത്ഥമില്ലാത്തത്. അത്രേ ഉള്ളൂ. കേൾക്കുമ്പോൾ അർത്ഥമില്ല, മറ്റു പദങ്ങളോട് ചേർന്ന് നിന്ന് മാത്രം അർത്ഥം നൽകുന്നവയായിരിക്കും ദ്യോതകം. പെട്ടെന്ന് കേൾക്കുമ്പോൾ അർത്ഥം കിട്ടുന്നത് വാചകം, എന്നാൽ കേൾക്കുമ്പോൾ യാതൊരു അർത്ഥവും ഇല്ല, മറ്റു പദങ്ങളോട് ചേരുമ്പോൾ മാത്രം അർത്ഥം തരുന്നവയാണ് ദ്യോതകം. ഇപ്പൊ പറ്റി, നിന്ന്. ഞാൻ വെറുതെ നിങ്ങളോട് പറയാണ് നിന്ന്. എരിവ് പുളിവ് നമുക്ക് ആശയം കിട്ടി, പക്ഷെ ഞാൻ നിങ്ങളോട് പറയും നിന്ന്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് നിന്ന്? അപ്പൊ ഞാൻ പറയാണ് 4:30 വരെ ഞാൻ നിന്നെ കാത്തു നിന്നു. ഞാൻ ഇവിടെ നിന്ന് മടുത്തു. അപ്പൊ മറ്റൊരു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോ അർത്ഥം തരുന്നവയാണ് ദ്യോതകം, എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അർത്ഥം തരുന്നവയാണെങ്കിൽ വാചകം. രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ഈ വാചകത്തെ ഇങ്ങ് എടുക്കാണേ. വാചകം എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥമൊക്കെ കിട്ടി, കേൾക്കുമ്പോൾ തന്നെ അർത്ഥം കിട്ടുന്ന വാചകം. ഈ വാചകത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നാമം, ക്രിയ, ഭേദകം. നിങ്ങൾ ഇതുപോലെ വരച്ചു വെക്കരുത്, കൺഫ്യൂഷൻ ആവും. ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം നിങ്ങളുടെ മനസ്സിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വാചകത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നാമമെന്നും ക്രിയ അല്ലെങ്കിൽ കൃതി. നാമം, ക്രിയ, അതുപോലെ തന്നെ ഭേദകം. ഇങ്ങനെ 3ആയിട്ട് വാചകത്തെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ നാമം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ക്രിയ എന്താന്ന് നമുക്കറിയാം, ഭേദകം നിങ്ങൾക്ക് ചിലപ്പോ കേൾക്കാത്തവരുണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലെ വാചകത്തിന്റെ 3 വിഭാഗങ്ങളും അവയുടെ കുറെ വിഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഞാൻ കാണിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഒന്നുകൂടി ഒന്ന് പറയാമോ വാചകത്തെ തിരിച്ചിരിക്കുന്നത്? വാചകത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നാമം, ക്രിയ അല്ലെങ്കിൽ കൃതി, ഭേദകം. നാമം, ക്രിയ, കൃതി, ഭേദകം. നാമം, ക്രിയ, കൃതി ഒന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഓരോന്നിനെ അങ്ങ് എടുത്ത് പഠിക്കാൻ പോവാണ്. അതിലാദ്യം വരുന്നതാണ് നാമം എന്ന് പറയുന്ന ടോപ്പിക്. നാമം, ഇത് ഞാൻ ഇങ്ങനെ പരക്ക അവിടെ എവിടെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വരക്കുന്നതിലും എഴുതുന്നതിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഞാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കാം. എന്നിട്ട് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായ ആശയം വെച്ച് വരക്കാൻ നോക്കാം. അല്ലാതെ ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് നാമത്തെ മാത്രം ഇങ്ങ് എടുക്കാൻ. നാമം, ക്രിയയും ഭേദവും ഒക്കെ അവിടെ ഉണ്ട്. അതിൽ നാമത്തിനെ നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാണ്. നാമം എന്ന് പറയുന്ന മിസ്സേ ഇതൊന്ന് വലുതാക്കി കാണിക്കാവോ മിസ്സേ? നിങ്ങളുടെ സ്ക്രീനിൽ വലുതാവുമല്ലോ. കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നാമത്തെ എടുത്ത് പഠിക്കാൻ പോകണം. നാമം എന്ന് പറയുന്ന പദം നമ്മൾ എല്ലാവരും കേട്ട ഒരു വാക്കാണ് അല്ലെ? നാമം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, വസ്തുവിന്റെ പേരാവാം, ഇങ്ങനെയൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ നാമത്തിന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നാമത്തിൽ ഉൾപ്പെടും. നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? നാമത്തിൽ. മരമാണെങ്കിലും, സൂര്യനാണെങ്കിലും, രവിയാണെങ്കിലും, കല്ല് ആണെങ്കിലും, മണ്ണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? നാമത്തിനകത്ത് ഉൾപ്പെടുന്നു. ഈ നാമത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട്. ഈ നാമം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം.
ആ പേര് തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും ദ്രവ്യം? സാധനത്തെ കുറിച്ച് പറയുന്നു. വസ്തുവിന്റെ പേര്. ഇപ്പൊ നമ്മള് നാമത്തിന്റെ നിർവചനം പഠിച്ചില്ലേ? അത് തന്നെയാണ് ദ്രവ്യനാമം. നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ദ്രവ്യനാമത്തിൽ ഉൾപ്പെടും. നമ്മൾ നാമത്തെ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ദ്രവ്യനാമം. ഇനി ഗുണനാമം എന്ന് വെച്ചാലോ? ഓരോ വസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേകത. അതാണ് ഒരു വസ്തുവിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നത്. മതി. നന്മ, വെളുപ്പ്, ഇല്ലേ? അങ്ങനെ ഒരു വസ്തുവിന്റെ ഗുണത്തെ മിടുക്ക്, ദയ. അപ്പൊ ഒരു വസ്തുവിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് ഗുണനാമം. ഇനി ക്രിയാനാമാണെങ്കിലോ? ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമം. അതായത് ഓടുക എന്ന് പറയുന്ന ഒരു ക്രിയയിൽ നിന്ന് നമ്മൾ ഒരു നാമം ഉണ്ടാക്കുമ്പോ ഓട്ടം, ചാട്ടം, നടത്തം, പഠിത്തം, കിടത്തം, ഇങ്ങനെ ചിഹ്നം ചേർത്ത് വരുന്ന ഓരോ ക്രിയയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന നാമത്തെയാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. അപ്പൊ നാമത്തിന്റെ 3 തിരിവ്: ദ്രവ്യനാമം നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളെല്ലാം ഉൾപ്പെടുന്നു. ഗുണനാമം ഒരു വസ്തുവിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്രിയാനാമം ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമം. ഈ 3 പോയിന്റ് ക്ലിയർ ആയോ? മിസ്സേ, ക്രിയാനാമം ഒന്നുകൂടെ ഒന്ന് പറയുവോ? ക്രിയയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നാമം: ഓട്ടം, ചാട്ടം, നടത്തം, പഠിത്തം. ക്രിയകളിൽ നിന്നും ഓടുക എന്ന ക്രിയയിൽ നിന്ന് ഓട്ടം, ചാടുക എന്ന ക്രിയയിൽ നിന്ന് ചാട്ടം. അങ്ങനെ ക്ലിയർ അല്ലേ? സ്പീഡാക്കണം. ഇങ്ങനെ പോയ 10 ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് തീരില്ല. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്. ഒന്ന് ശ്രദ്ധിച്ചാല് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലെന്താ ഇത്ര നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാനുള്ള എന്താ ഉള്ളത്? ഇതില് ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമം ക്രിയാനാമം. ഓടുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഓടുക എന്ന ക്രിയയിൽ നിന്നും ഓട്ടം, ചാടുക എന്ന ക്രിയയിൽ നിന്നും ചാട്ടം, നടക്കുക എന്ന ക്രിയയിൽ നിന്നും നടത്തം. ഇത്രേ ഉള്ളൂ. ഗുണനാമം എന്ന് പറഞ്ഞാൽ ഗുണത്തിനെ സൂചിപ്പിക്കുക, ഒരു പ്രത്യേക ഗുണം. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും അതിൽ ഉൾപ്പെടും. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്സേ. ക്ലിയർ ആയി. കുറച്ച് ചിന്തിക്കണേ, കുറച്ച് സമയം എടുക്കണം. കാരണം നമുക്ക് സന്ധി സമാസമൊക്കെ വിഭക്തിയൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ തീർക്കും? അപ്പൊ കുറച്ച് മനസ്സിലാക്കി സ്പീഡിൽ വരുക. നല്ലോണം സ്ലോ ആവുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇനി ഈ ദ്രവ്യനാമത്തെ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാരും ഒരു ക്ലാസ് ആയിട്ട് കരുതാ, അല്ലെ? ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും ഒന്നിച്ചിരുത്തിയിട്ടുണ്ട്. എന്താ? നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും ഒന്നിച്ചിരുത്തിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പരീക്ഷ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെയും കുറച്ച് പഠിത്തം കുറവായ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വേണ്ടി അവരെയും മീഡിയത്തിലുള്ള കുട്ടികളൊക്കെ മാറ്റിയിരുത്തുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ആക്കാൻ പോവാണ്. അങ്ങനെ ഈ ദ്രവ്യനാമത്തെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദ്രവ്യനാമത്തെ കേട്ടോ. അതിൽ ആദ്യത്തേതാണ് സംജ്ഞാനാമം. രണ്ടാമത്തത് സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹനാമം. അപ്പം സംജ്ഞാനാമം, സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹനാമം. മൂന്നാമത്തത് മേയനാമം. നാലാമത്തത് സർവനാമം. ഈ 4 നാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സംജ്ഞ ഹിന്ദിയിൽ പറയും. സംജ്ഞ എന്താ? സംജ്ഞ എന്തായിരിക്കും? പേര്. അത്രേ ഉള്ളൂ. പേരിനെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞ. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? പേരുകളെ മാത്രം ഇങ്ങനെ എടുക്കാറായി. സ്ഥലപ്പേര്, വസ്തുവിന്റെ പേര്, വ്യക്തിയുടെ പേരുകള് മാത്രം. രവി, രാജു, എറണാകുളം, ഹിമവാൻ, സൂര്യൻ, ചന്ദ്രൻ, എക്സെട്ര. ഇങ്ങനെ പേരുകളെ മാത്രം സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് സംജ്ഞാനാമം. രണ്ടാമത്തത് സാമാന്യനാമം, സമൂഹനാമം. എന്തായിരിക്കും? അതും ആ പേര് തന്നെയുണ്ട്. എന്താ സാമാന്യം അല്ലെങ്കിൽ സമൂഹം? ഒരു വിഭാഗത്തെ കുറിച്ച്. ഒരു വിഭാഗം, അത്രേ ഉള്ളൂ. സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൂട്ടാണ്, അല്ലെ? അപ്പൊ ഒരു കൂട്ടത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയണം, മരങ്ങൾ. മാവ് എന്ന് പറഞ്ഞാൽ അത് എവിടെ എത്തി?
എവിടെ എത്തി? ആദ്യം പറഞ്ഞ സംജ്ഞാനാമം. പക്ഷെ മരങ്ങൾ എന്ന് പറഞ്ഞാലോ അത് സമൂഹനാമം അല്ലെങ്കിൽ സാമാന്യനാമം, ഒരു കൂട്ടാണ് അല്ലെ. ഇപ്പൊ പൂക്കൾ എന്ന് പറഞ്ഞാലും പൂവ് എന്ന് പറഞ്ഞാലും അത് സമാനത്തിലെത്തി. പക്ഷെ ഒരു റോസ് എന്ന് പറഞ്ഞാലോ അത് സംജ്ഞാനാമായി. അപ്പൊ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ വരുന്നത് സമൂഹനാമത്തിലാണ്. പേരെടുത്ത് ഒന്നിനെ മാത്രമായിട്ട് പറയുമ്പോ അത് സംജ്ഞാനാമത്തിലേക്ക് പോകുന്നു. ഇനി മൂന്നാമത്തത് മേയനാമം. അത് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ പരീക്ഷാ പേപ്പറിൽ കാണുന്ന ഒരു വാക്ക് കൂടിയാണ് മേയനാമം. എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ജാതി ലിംഗഭേദ വ്യത്യാസമില്ലാത്ത നാമല്ലേ? അത് തന്നെ. നമുക്ക് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതും ജാതി വർഗ ലിംഗ വ്യത്യാസം കുറിക്കാത്തതുമായ പദങ്ങള്. ഒരു ജാതിയും ഇല്ല, ഒരു മതവും ഇല്ല, ഒരു ലിംഗവും ഇല്ല, നമുക്ക് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താനും കഴിയില്ല. ഇങ്ങനെ വരുന്നവയാണ് മേയനാമം. ജാതിയില്ല, മതവുമില്ല, ലിംഗവുമില്ല, നമുക്ക് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നത് ഏതിലാണ്? മേയനാമത്തിലാണ്. ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം ആകാശം, ആകാശം, വെള്ളം, മഞ്ഞ്, കാറ്റ്, മഴ, വായു. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും മുന്നിൽ അങ്ങ് കാണാം. ഇതൊക്കെ വരുന്നത് മേയനാമത്തിലാണ്. ഇനി ലാസ്റ്റ് വൺ സർവനാമം. നമ്മൾ ഒരു കഥ പഠിക്കുന്ന സമയത്ത് രാജു വന്നു, രാജു പോയി, രാജു കഴിച്ചു, രാജു രാജു എന്ന് കണ്ടാൽ അതെന്താവും? ആവർത്തന വിരസത വരും അല്ലെ. നമുക്കിത് വായിച്ച് മടുക്കും. അതിന് പകരം നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം. അപ്പൊ നാമത്തിന് പകരം രാജു വന്നു, രാജു പോയി എന്നതിന് പകരം അവൻ വന്നു, ഞാൻ നിന്നു, ഞങ്ങൾ പോയി, നിങ്ങൾ വന്നോ, ഇങ്ങനെ ഞാൻ, നീ, നിങ്ങൾ, താൻ, താങ്കൾ, അവൻ, ഞങ്ങൾ എന്നിങ്ങനെയുള്ള നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമങ്ങളാണ് സർവനാമം. അപ്പൊ നമ്മൾ പറഞ്ഞത് നാമം എന്താണ് എന്ന് പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളുമാണ് നാമം. നാമത്തിനെ തന്നെ മൂന്നായിട്ട് തിരിച്ചു: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. അതിലെ ദ്രവ്യനാമം നാമത്തെ പോലെ തന്നെയാണ്, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ഉണ്ട്. ഗുണത്തിനെ സൂചിപ്പിക്കുന്നത് ഗുണനാമം, ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമാണെങ്കിൽ അത് ക്രിയാനാമാണ് എന്നും പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ദ്രവ്യനാമത്തെ നാലായിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തേത് സംജ്ഞാനാമം, പേരിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് സമൂഹനാമം അല്ലെങ്കിൽ സാമാന്യനാമം, ഒരു കൂട്ടത്തെ സൂചിപ്പിച്ചു. മൂന്നാമത്തത് മേയനാമം, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതും ജാതി വർഗ ലിംഗ വ്യത്യാസമില്ലാത്തതുമായ പദങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നാലാമത്തത് സർവനാമാണ്, നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം എന്നും പറഞ്ഞു. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സർവനാമത്തെ ഇങ്ങനെ എടുക്കാണ്. സർവനാമം നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന നാമാണല്ലോ. അപ്പൊ ഞാനും, നീയും, അവനും, അവളും, ഞങ്ങളും, നമ്മളും എല്ലാം അതിനകത്തുണ്ട്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ സർവനാമത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമൻ, മധ്യമൻ, പ്രഥമം, ഈ മൂന്നായിട്ട് സർവനാമത്തെ തിരിച്ചിട്ടുണ്ട്. ഇതില് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാണ് ശ്രേഷ്ഠൻ അല്ലെ, ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, എന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും. ഞാൻ തന്നെയാണ് ഏറ്റവും മികച്ചത്. അപ്പൊ ഉത്തമനായിട്ടുള്ളത് ഞാൻ തന്നെ, ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം, എന്റെ തുടങ്ങിയവയാണെങ്കിൽ അത് ഉത്തമ പുരുഷനായിരിക്കും. ഇനി മധ്യമൻ, ഞാൻ ആരോടാണോ സംസാരിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ആരോടാ സംസാരിക്കുന്നത്? കേൾക്കുന്ന ആളോട്. കേൾക്കുന്ന ആള് നിങ്ങൾ അല്ലെ, നിങ്ങളോടാണ്. അപ്പൊ നീ, നിങ്ങൾ, താൻ, താങ്കൾ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്? മധ്യമനാണ്. ഇനി ഞാനും നീയും കൂടി വേറൊരാളെ കുറിച്ച് പറയാണ്, മൂന്നാമതൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് പ്രഥമ പുരുഷൻ. അവൻ, അവൾ, അത്,
അവർ തുടങ്ങിയവയൊക്കെ വരുന്നത് എന്താണ്? പ്രഥമ പുരുഷനാണ്. അപ്പൊ പ്രഥമം എന്ന് കേൾക്കുമ്പോൾ ഒന്നാമൻ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കരുത്. ഉത്തമൻ ഞാനും ഞങ്ങളും നമ്മളും ഒക്കെയാണ്. നാമതൊരാളിന് ചിന്തിച്ചാ പോരെ മാഡം? എന്താ? നാമതൊരാളിന്, അതായത് പറയുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാളാണ് പ്രഥമ പുരുഷൻ എന്ന് ഓർത്താലും പോരെ? മതി മതി മതി, അത് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അത് തന്നെ, അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ പറയുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഉത്തമൻ. ഞാൻ, ഞങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം എന്ന് പറയും. നേരത്തെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. മധ്യമൻ എന്ന് പറയുന്നത് കേൾക്കുന്ന ആളാണ്. നീ, നിങ്ങൾ, താൻ, താങ്കളാണ്. ഇനി ഈ രണ്ടുപേരും കൂടി മൂന്നാമതൊരാളെ കുറിച്ച് ആരെ കുറിച്ചാണോ പറയുന്നത് അയാള് പ്രഥമ പുരുഷനാണ്. ഇത്രയും ക്ലിയർ ആയോ? മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. നമ്മളിപ്പോ ഒരാള്, ഇപ്പൊ ഞാൻ മിസ്സിനെ കുറിച്ച് തന്നെ ഞാൻ മിസ്സിനോട് തന്നെ പറയുകയാണെന്ന് കരുതുക. അപ്പൊ അതിൽ ആരൊക്കെ വരിക? എങ്ങനെയാ? ഞാനിപ്പോ മിസ്സിനോട് ഒരു കാര്യം പറയാണ്, അത് മിസ്സിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോ കേൾക്കുന്ന ആളും മിസ്സാണ്, ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്ന ആളും മിസ് തന്നെയാണ്, രണ്ടും ഒരാളാണ്. അപ്പൊ അതിലാരൊക്കെ പെടും? അപ്പൊ പിന്നെ അവിടെ പ്രഥമ പുരുഷനില്ല. അവിടെ എന്താണ്? ഇല്ലാത്തതാണ്. ഓക്കെ, അവിടെ പ്രഥമ പുരുഷൻ ഇല്ലല്ലോ. നമ്മൾ മൂന്നാമതൊരാളെ കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ ഒരു ചോദ്യം വരില്ല. പക്ഷെ ഇവിടെ പ്രഥമ പുരുഷൻ ഇല്ല. അത് താഴെ തന്നിരിക്കുന്ന നേരത്തെ ഒരു ക്വസ്റ്റ്യന് വന്ന പോലെ രണ്ട് രീതിയിൽ ഇതിലെ ചോദ്യം വരാം. ഒന്ന്, സർവനാമത്തിന് ഉദാഹരണമായി വരുന്നത് ഏത് എന്ന് ചോദിക്കാം. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാം. അതുപോലെ താഴെ തന്നിരിക്കുന്നവയിൽ പ്രഥമ പുരുഷന് ഉദാഹരണം ഏത്, ഉത്തമ പുരുഷൻ ഉദാഹരണം ഏത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്. ഈ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നാമം എന്ന് പറയുന്ന ഒരു ടോപ്പിക് സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചില്ലേ? വലിയ ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ? ഇത് ആ പേര് നിന്ന് ഊഹിച്ചെടുത്താ പോരെ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് നാമം എന്താ? ഓക്കെ. അപ്പൊ നമ്മള് നാമം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ക്രിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇത് അത്യാവശ്യം സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് കുറെ എണ്ണം കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സ്ക്രീനിലെ നോട്ട് മാത്രം പകർത്തി എഴുതുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ഇനി വാചകത്തെ മൂന്നായി തിരിച്ചതിൽ നാമം കഴിഞ്ഞു. രണ്ടാമത്തത് ക്രിയ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ. ക്രിയയുടെ മറ്റു പേരുകളാണ് കൃതി, വിന, ആഖ്യാതം. കൃതി, വിന, ആഖ്യാതം, ഈ മൂന്ന് പേരിലും ക്രിയ അറിയപ്പെടുന്നു. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ എന്ന് നമുക്കറിയാം. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. അപ്പൊ ക്രിയയുടെ അർത്ഥത്തിനനുസരിച്ചും അതിന്റെ സ്വഭാവത്തിനനുസരിച്ചും അതിന്റെ പ്രവൃത്തി അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ഇങ്ങനെ ക്രിയയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് ആദ്യത്തെ തിരിവാണ് സകർമകം അകർമകം എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട്. സകർമകം അകർമകം ഒന്നാമത്തെ തിരിവ്. സകർമകം അകർമകം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അതിൽ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ അത് സകർമകം. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു വാക്യം തരുമ്പോ അതിനകത്ത് സകർമ്മക ക്രിയക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ കുട്ടിയെ എടുത്തു, ഇത് ഏത് ക്രിയക്ക് ഉദാഹരണമാണ്? അപ്പൊ നമുക്ക് പറയാം സകർമ്മകമാണ്. കാരണം ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അമ്മ കുഞ്ഞിനെയാണ് എടുത്തത്. ആരെ? കുട്ടിയെ. എന്തിനെ? കുട്ടിയെ. അപ്പൊ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണെങ്കിൽ അത് സകർമ്മകം. അങ്ങനെ ഉത്തരം കിട്ടുന്നില്ലെങ്കിലോ അകർമകം. അകർമകം. ഇവിടെ ഇതേ ഉള്ളൂ. കൊല്ലുക എന്ന് പറയുന്ന ഒരു പദം തന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം ആരെ, എന്തിനെ എന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ? അടിക്കുക. ആരെ, എന്തിനെ? കടിക്കുക. ആരെ, എന്തിനെ? അപ്പൊ ആരെ, എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമകം. അങ്ങനെ ഒരു ഉത്തരം കിട്ടാത്ത ക്രിയ ആണെങ്കിൽ അത് അകർമകം. ഇവിടെ നോക്കിയേ, തിളങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് ആരെ, എന്തിനെയോ ചോദിക്കുവോ?
ഉറങ്ങുക, ആരെ എന്തിനെ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? നിൽക്കുക, ആരെ എന്തിനെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു താഴെ തന്നിരിക്കുന്ന ഒരു ക്രിയക്കകത്ത് ആരെ എന്തിനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമാണ്. അത്തരത്തിൽ ഉത്തരം തരാത്തൊരു ക്രിയയാണ് ഉള്ളതെങ്കിൽ അത് അകർമ്മകം. ഇതാണ് ഒന്നാമത്തെ തിരിവ്. പഠിച്ചോ? രണ്ടാമത്തെ തിരിവ് കേവലം പ്രയോജകം. കേവലക്രിയയും പ്രയോജക ക്രിയയും. കേവലക്രിയ എന്ന് പറഞ്ഞാല് കർത്താവ് ആരുടെ ഇഷ്ടം കൂടാണ്ട് സ്വന്തമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആരുമില്ല, ഞാൻ ഒറ്റക്ക് എന്റെ കാര്യമായി, ഞാൻ എന്റെ ഇഷ്ടമായി, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോകുന്നു, ഞാൻ പഠിക്കുന്നു. അത് ആരെ പ്രേരണയുമില്ല, ആരുടെ കാര്യവുമില്ല, ആരുമില്ല അതിനകത്ത്, ഞാൻ മാത്രം ചെയ്യുന്നതാണ് അല്ലെ. ഞാൻ ഉണ്ണുന്നു, ഉറങ്ങുന്നു, പാടുന്നു, ചാടുന്നു, നടക്കുന്നു, ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന്, എന്റെ ഇഷ്ടമായി ഞാൻ ഒറ്റക്ക് ചെയ്യുന്ന എന്റെ പ്രവൃത്തിയാണ്. ഇത് കേവലക്രിയ. ഇനി മറ്റൊരാളുടെ പ്രേരണയിലോ മറ്റൊരാളുടെ നിർബന്ധത്തിലോ മറ്റൊരാളുടെ സാന്നിധ്യത്തിലോ ഒരാള് ചെയ്യുന്ന പ്രവൃത്തി, കൃത്യമായിട്ട് പഠിക്കണേ, മറ്റൊരാളുടെ സാന്നിധ്യത്തിലോ ഒരാള് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് പ്രയോജക ക്രിയയാണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തില്, എന്റെ സ്വതന്ത്രമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികള് ആണെങ്കിൽ അത് കേവലക്രിയയാണ്. എന്നാൽ മറ്റൊരാളുടെ പ്രേരണയിലോ മറ്റൊരാളുടെ ഇഷ്ടത്തിനോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് എന്തായിരിക്കും? അത് പ്രയോജക ക്രിയയാണ്. കിട്ടിയോ? ചാടിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, തിന്നിപ്പിക്കുന്നു, ഉറങ്ങിപ്പിക്കുന്നു, ഇതൊക്കെ വരുന്നത് എന്തായിരിക്കും? പ്രയോജക ക്രിയയാണ്. കിട്ടിയോ? രണ്ട് തിരിവ് കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പൊ സകർമ്മക ആര് എന്തിനെ ചോദ്യത്തിന് ഉത്തരം ഇല്ലാത്തത് അകർമ്മക. ഒറ്റക്ക് ചെയ്യുന്ന പ്രവൃത്തി കേവലം, മറ്റൊരാളുടെ പ്രേരണയിലോ സാന്നിധ്യത്തിലോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ അത് പ്രയോജക ക്രിയ. ഇത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ തിരിവ് കാരിതം അകാരിതം. ഈ കാരിത അകാരിതം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കാരിതം അകാരിതം നമ്മുടെ കേവലക്രിയയെ, അതായത് കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കേവലം. ഈ കേവലക്രിയനെ രണ്ടായിട്ട് തിരിച്ചു. ഇതാണ് കാരിതമെന്നും അകാരിതമെന്നും പറയുന്നത്. കേവലക്രിയനെ രണ്ടായിട്ട് തിരിച്ചു. കാരിതം അകാരിതം സിമ്പിൾ ആണ്. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം ഒരു കു എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടോ നോക്കാം. കു. ഈ കു എന്ന് പറയുന്ന ഒരു അക്ഷരം കണ്ടിട്ടുണ്ടോ? അത് എന്താണ്? അത് കാരിതക്രിയാണ്. കു ചേരുന്നില്ലെങ്കിൽ അത് അകാരിതക്രിയാണ്. നോക്കിക്കേ, കേൾക്കുന്നു. അപ്പൊ നു എന്ന് പറയുന്നത് ഇല്ലേ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? ഇവിടെ കർത്താവ് ഒറ്റക്ക് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു ചേരണം. കേൾക്കുന്നു, നിൽക്കുന്നു, പിടിക്കുന്നു, നോക്കുന്നു, ഇവിടെ ഒക്കെ കു വരുന്നുണ്ട്. പക്ഷെ നു മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. ഇവിടെ നോക്കിയേ, അകാരിത ക്രിയക്ക് ഉദാഹരണം പറയുന്നു, പാടുന്നു, ചൊല്ലുന്നു, കാണുന്നു. അതും കർത്താവ് ഒറ്റക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷെ അവിടെ കു ഇല്ല. അപ്പൊ കേവലക്രിയയോടൊപ്പം കു ചേർന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കാരിതമാണ്. കു ചേരാതെ വരുന്ന പദങ്ങളാണെങ്കിൽ അത് അകാരിതമാണ്. ശ്രദ്ധിക്കണം, കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടെ കു ചേരാവൂ, അല്ലാതെ എല്ലാ പദങ്ങളോടും പോയി ചേരരുത്. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോട് കു ചേർന്നാൽ കാരിതം, കു ചേരുന്നില്ലെങ്കിൽ അകാരിതം. കിട്ടിയോ? കിട്ടേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി നമ്മൾ നാലാമത്തെ തിരിവിലേക്ക്, മുറ്റുവിന, പറ്റുവിന. അപ്പം ഇത് കേവലക്രിയയുടെ തിരിവാണ്, കാരിതവും അകാരിതവും. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞ അടുത്ത തിരിവ് മൂന്നാമത്തേതാണ് മുറ്റുവിന, പറ്റുവിന എന്ന് പറയുന്നത്. വിന എന്ന് പറഞ്ഞാൽ ക്രിയയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്രിയ, വിന, കൃതി, ആഖ്യാതം, ഇതൊക്കെ ക്രിയയുടെ പേരുകളാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുറ്റുവിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിനൊന്ന് അർത്ഥം പറഞ്ഞേ. മുറ്റുവിന, അവക്ക് ഭയങ്കര മുറ്റ, അങ്ങോട്ട് പോണ്ട അല്ലെ. അതായത് എവിടെ പോവാനും ധൈര്യമുള്ള ആളാണ്, മുറ്റാണ്, ഭയങ്കര മുറ്റ എന്നുള്ള രീതിയിൽ പറയുന്നത്. നമുക്ക് ഭയങ്കര തന്റേടം കൂടുതൽ. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്രിയകളാണ് മുറ്റുവിന. നമുക്ക് അതിനെ കണ്ടാല് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാൻ തോന്നും. അതായത് ചെയ്തു, ചെയ്യുന്നു, പറയുന്നു, കണ്ടു, കേട്ടു,
നിന്നു എന്നിങ്ങനെ ഒരു പൂർണ്ണമായിട്ട് നിൽക്കുന്ന ക്രിയയാണ് മുറ്റുവിന. അപ്പൊ പിന്നെ ആ പേര് നോക്കിയതോ, പേര് തന്നെ നോക്കി, പറ്റുവിന എന്ന് പറഞ്ഞാലോ മറ്റൊന്നിനോട് പറ്റി നിൽക്കുന്ന ക്രിയ. ഇവിടെ നോക്കിയേ, ചെയ്യുന്ന ഒരു പൂർണ്ണതയില്ലാത്ത ക്രിയ. മറ്റൊന്നിനോട് ചേരുമ്പോ മാത്രമേ നമുക്ക് അർത്ഥം കിട്ടൂ. ചെയ്യുന്ന കാര്യം, പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന കാര്യം, കണ്ടോ, കേട്ട കഥ, ചെയ്ത പ്രവൃത്തി, പറഞ്ഞ കാര്യം, ഇങ്ങനെ മറ്റൊരു പദത്തോട് ചേർന്ന് മാത്രം പൂർത്തിയാവുന്ന അപൂർണ ക്രിയയാണ് എന്ത്, പറ്റുവിന എന്ന് പറയുന്നത്. മറ്റൊന്നിന് വേണം, അതിന് പൂർണ്ണമാവണമെങ്കിൽ മറ്റൊരു പദത്തെ ആവശ്യമുണ്ട്. അപ്പൊ മുറ്റുവിന എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ ക്രിയയാണ്. പറ്റുവിന എന്ന് പറഞ്ഞാൽ പറ്റി നിൽക്കുന്ന ക്രിയയാണ്. ഇങ്ങനെ 3 തരത്തില് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയയെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ്. ക്രിയയുടെ പ്രവൃത്തിയുടെയും അതിന്റെ സഞ്ചാരത്തിനെ അടിസ്ഥാനമാക്കി 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു, എന്താണ്, സകർമ്മകം അകർമ്മകം. ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഒരു ക്രിയാശബ്ദത്തിൽ ആരെ എന്തിനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമാണ്. അങ്ങനെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് അകർമ്മകമാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ തിരിവ് കേവല ക്രിയ പ്രയോജക ക്രിയയാണ്. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ കേവലമാണ്. മറ്റൊരാളുടെ സാന്നിധ്യത്തിലോ പ്രേരണയിലോ ചെയ്യുന്നതാണെങ്കിൽ അത് കേവല ക്രിയയാണ്, അല്ല പ്രയോജക ക്രിയയാണ് എന്ന് പറഞ്ഞു. ഇതിൽ കേവല ക്രിയയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് എന്ത്, കാരിതം അകാരിതം. കേവല ക്രിയയോടൊപ്പം കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കൂ ചേർന്നിട്ടുണ്ടെങ്കിൽ കാരിതവും കൂ ചേർന്നില്ലെങ്കിൽ അകാരിതവുമാണ് എന്നും നമ്മൾ പറഞ്ഞു. 3ആമത്തെ തിരിവിലേക്ക് നമ്മൾ പോയി. അത് മുറ്റുവിന പറ്റുവിനയാണ്. പൂർണ്ണമായി നിൽക്കുന്ന ക്രിയയാണെങ്കിൽ അത് മുറ്റുവിനയാണെന്നും മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയാണെങ്കിൽ അത് പറ്റുവിനയാണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ മുറ്റുവിനയാണ് എന്നും പറ്റുവിന എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് കുടുങ്ങി നിൽക്കുന്നുണ്ടോ? അകാരിതം ഒന്നും കൂടി പറയോ? അകാരിതം എന്ന് വെച്ചാല് ഒരു ക്രിയക്കകത്ത് നമുക്ക് ഒരു പ്രവൃത്തിക്കകത്ത് ആരെ എന്തിനെന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. സാധാരണ ഒരു ക്രിയ, ഉറങ്ങുന്നു, അപ്പൊ നമുക്ക് ആരെ എന്തിനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ എന്തിനെ എന്ന് ചോദിക്കാം. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ്. വ്യാകരണപരമായിട്ട് നമ്മൾ പോകുമ്പോൾ കുറെ നമുക്ക് ഇതിനെ പഠിക്കാനുണ്ട്. പക്ഷെ പരീക്ഷയുടെ ഒരു വ്യൂവിൽ നോക്കി കാണുമ്പോൾ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആരെ എന്തിനെ ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടാതെ സാധാരണ നിൽക്കുന്ന ഒരു ക്രിയ ആണെങ്കിൽ അത് സകർമ്മകമായിരിക്കും, അകർമ്മകമായിരിക്കും. ഇപ്പൊ കിട്ടിയോ? ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു അല്ലെ? അപ്പൊ മുറ്റുവിന പൂർണ്ണക്രിയയാണ് നമ്മൾ പറഞ്ഞവിടെ കഴിഞ്ഞു. പക്ഷെ പറ്റുവിന അവിടെ കൊണ്ട് തീരുന്നില്ല. പറ്റുവിന എന്ന് പറഞ്ഞാൽ തന്നെ പറ്റി നിൽക്കുന്ന ക്രിയയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ പറ്റി നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതിനോടൊക്കെ പറ്റി നിൽക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പറ്റുവിനേന 2ആയിട്ട് തിരിച്ചു. അതാണ് പേരച്ചം വിനയച്ചം. അപ്പോ വിന എന്ന് പറഞ്ഞാലും ക്രിയ എന്നാണ് അർത്ഥം, എച്ചം എന്ന് പറഞ്ഞാലും ക്രിയ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ 2 രീതിയിൽ പറ്റുവിനകൾ നിൽക്കുന്നുണ്ട്. ക്രിയകൾ പറ്റി നിൽക്കുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് പേരിനോട് ചേർന്ന് നിൽക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു, നന്ദു കുടിച്ച ചായ തണുത്തതാണ്. ഇതിൽ കുടിച്ച എന്ന് പറയുന്ന പദത്തിന് താഴെ അടിവരയിട്ടിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം, ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, ഇത് പേരച്ചമാണ്. കാരണം നന്ദു എന്ന് പറയുന്ന പേരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപൂർണ ക്രിയയാണ് കുടിച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേരച്ചാണ്. പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയാണ് പേരച്ചം. നന്ദു കുടിച്ച ചായ എന്താ? കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല? സ്ക്രീൻ കാണില്ല മിസ്സേ. ഇല്ല മിസ്സേ, കുറച്ച് നേരമായിട്ട് എനിക്ക് കാണുന്നില്ല സ്ക്രീൻ. കുറച്ച് നേരത്തെയോ കാണാണ്ടായിട്ട്? ഇപ്പൊ ശരിയാക്കി തരാം. വീഡിയോ ആരോ പ്രസന്റ് ചെയ്യുന്നുണ്ട്.
ഇപ്പായോ? ഓക്കെ നിങ്ങൾ പറയണ്ടേ? സ്ക്രീൻ കാണാത്തപ്പോ എന്നോട് പറയണം കേട്ടോ. അപ്പൊ നമ്മൾ പേരച്ചം എന്ന് പറഞ്ഞാൽ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയാണ്. ചോദ്യം വന്നിട്ടുണ്ട്, നന്ദു കുടിച്ച ചായ തണുത്തതാണ്. കുടിച്ച എന്ന പദത്തിന് താഴെ അടിവരയിട്ടിട്ടുണ്ട്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, കുടിച്ച എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ക്രിയ അല്ല. കുടിച്ചു എന്നാണെങ്കിൽ പൂർണ്ണാണ്, കുടിച്ച ഒരിക്കലും പൂർണ്ണല്ല. അതിന്റെ മുന്നിൽ നിൽക്കുന്ന പദം ഒരു പേരാണ്. അപ്പൊ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയാണ് പേരച്ചം. അപ്പൊ പേരച്ചമായി. ഇനി അടുത്തത് വിനയച്ചം. വിനയച്ചം എന്ന് പറഞ്ഞാൽ വിന എന്ന് പറഞ്ഞാലും യച്ചം എന്ന് പറഞ്ഞാലും ക്രിയയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ രണ്ട് രീതിയിൽ രണ്ട് ക്രിയകൾ ഒന്നിച്ച് നിൽക്കുന്നതാണ് വിനയച്ചം. ഈ വിനയച്ചത്തിന് എന്തൊക്കെ ഉദാഹരണമായിട്ട് വരും എന്നുള്ളത് താഴെ പറയുന്നതിലൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ പേരച്ചം എന്താണ്, വിനയച്ചം എന്താന്ന് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാ. ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞു മുറ്റുവിന പറ്റുവിന എന്നിങ്ങനെ രണ്ടായിട്ട് നേരത്തെ നമ്മളെ ക്രിയയെ തിരിച്ചിട്ടുണ്ട്. അതിൽ പൂർണ്ണ ക്രിയയാണ് മുറ്റുവിന എന്ന് പറഞ്ഞു. മറ്റൊന്നിനോട് പറ്റി നിൽക്കുന്നതാണ്, ചേർന്ന് നിൽക്കുന്നതാണ് പറ്റുവിന. അതൊരു അപൂർണ ക്രിയയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറ്റുവിനയെ രണ്ടായിട്ട് തിരിച്ചു. എങ്ങനെ? പേരച്ചമെന്നും അതുപോലെ വിനയച്ചമെന്നും. പേരിനോട് ചേർന്ന് മാത്രം നിൽക്കുന്ന ക്രിയകളാണ് പേരച്ചം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നന്ദു കുടിച്ച എന്ന് പറയുന്ന പദം, രാമു പഠിച്ച പാഠം അല്ലെങ്കിൽ പഠിച്ച എന്ന് പറയുന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊരു ചോദ്യം വന്നാൽ അപ്പൊ പഠിച്ച എന്ന് പറയുന്നത് ഒരു പൂർണ്ണല്ല, അപ്പൊ അത് പേരിനോടാണ് ചേർന്ന് നിൽക്കുന്നത് അല്ലെ? അങ്ങനെ വരുന്നതാണ് എന്ത്? പേരച്ചം. പേരിനോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ക്രിയ. വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന എന്ന് പറഞ്ഞാലും യച്ചം എന്ന് പറഞ്ഞാലും അർത്ഥം ക്രിയയാണ്. അപ്പൊ രണ്ട് ക്രിയകൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ടോ? അത് വിനയച്ചമായിരിക്കും. രണ്ട് ക്രിയകൾ ഒന്നിച്ച് നിൽക്കുന്നത് വിനയച്ചം. പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ, നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടു പഠിക്കുന്നു, ഇങ്ങനെ വരുന്ന രണ്ട് ക്രിയകൾ അടുത്താണെങ്കിൽ അത് വിനയച്ചായിരിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഈ വിനയച്ചത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? 5ആയിട്ട് തിരിക്കാണ്. രണ്ട് ക്രിയകൾ ഒന്നിച്ച് നിൽക്കുന്നതാണല്ലോ വിനയച്ചം. അപ്പൊ ഈ വിനയച്ചത്തെ 5ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതാണ് മുൻവിനയച്ചം, പിൻവിനയച്ചം. ഇവിടെ എവിടുന്ന് സൗണ്ട് വരുന്നുണ്ട്? മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഈ വിനയച്ചത്തെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. മുൻ, പിൻ, തൻ, നടു, പാക്ഷിക വിനയച്ചം. രണ്ട് ക്രിയകൾ ഒന്നിച്ച് നിൽക്കുന്നതാണ് വിനയച്ചം. ഈ വിനയച്ചത്തെ 5 എങ്ങനെയൊക്കെയാണ് ഇവ ചേർന്ന് നിൽക്കുന്നത് എന്നനുസരിച്ച് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇത്രയും ക്ലിയർ ആണോ? ഇവിടെ മുതലാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഇത്രയും ക്ലിയർ ആയോ? പറഞ്ഞുതരാൻ പറ്റും? ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഇതായി പോയേ. എവിടെന്നാ പോയേ? ഈ വിനയച്ചൻ തുടങ്ങി. വിനയച്ചൻ തുടങ്ങിട്ടോ? പറയാം. ബാക്കി ഒന്ന് പറഞ്ഞേ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ വിനയച്ചം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ക്രിയകള് ഒന്നിച്ച് നിൽക്കുന്നത് വിനയച്ചം. വിനയച്ചത്തെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മുൻ വിനയച്ചം, മുൻ, പിൻ, തൻ, നടു, പാക്ഷിക വിനയച്ചം. ഇങ്ങനെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്ന് എന്താന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ മുൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മുന്നേ കഴിഞ്ഞു പോയത്. പേര് തന്നെയുണ്ട്, മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. മുന്നേ കഴിഞ്ഞത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന വിനയച്ചം. നമുക്ക് തന്നിരിക്കുന്നതിൽ ഒന്നും പ്രത്യേകങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ചെന്നു പറഞ്ഞു, പോയി പറഞ്ഞു, കണ്ടു നിന്നു, കേട്ടു നിന്നു, ഇങ്ങനെ സാധാരണ രണ്ട് ക്രിയകള് ഒന്നിച്ച് നിൽക്കുന്ന രണ്ട് ക്രിയകളെ കണ്ടാല് അത് മുൻവിനയച്ചാണ്. ചെന്ന് പറഞ്ഞു, നോക്കി നിന്നു, വന്ന് കണ്ടു, കയറി ചെന്നു, ഇടയിൽ ഒന്നുമില്ല, രണ്ട് ക്രിയകള് അടുത്തടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കയറി ചെന്നു, വന്ന് ഇരുന്നു. കണ്ടോ?
ഇങ്ങനെ രണ്ട് ക്രിയകൾ ഒന്നിച്ചിരിക്കുന്നുണ്ടോ അത് മുൻവിനേച്ചാണ്, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ പിൻവിനേച്ചത്തിലേക്ക് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. മുൻ എന്ന് പറയുന്നത് മുന്നേ കഴിഞ്ഞു പോയതാണെങ്കിൽ പിൻവിനേച്ച് എന്തായിരിക്കും? പിന്നാലെ വരുന്നത് അല്ലെ? അപ്പൊ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് പിൻവിനേച്ച. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, കാണുവാൻ വന്നു, കാൺമാൻ വന്നു, പറയാൻ നിന്നു, നോക്കാൻ പറഞ്ഞു. ഇത് ഈ 4 എക്സാമ്പിൾ വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തേലും ഒരു പ്രത്യേകത തോന്നിയോ? എനിക്ക് കൂടുതൽ വ്യാകരണമായിട്ട് ഒന്നും വേണ്ട, ഈ 4 വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അവിടെ തോന്നിയോ? കാണുവാൻ വന്നു, കാണുവാൻ വന്നു, പറയാൻ നിന്നു, എന്താണ് നോക്കാൻ പറഞ്ഞു. പ്രത്യയം. താഴെ തന്നിരിക്കുന്ന പദം പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏത് എന്നൊരു ചോദ്യം കണ്ടാൽ അവിടെ ഏതിലാണോ ആൻ എന്ന പ്രത്യയം കാണുന്നത് അത് പിൻവിനേച്ചമാണ്. അപ്പൊ പിൻ എന്നുള്ളിടത്ത് ആൻ എന്ന് പറയുന്ന ഒരു പ്രത്യയം രേഖപ്പെടുത്തി വെക്കുക. പിൻവിനേച്ചം ആൻ പ്രത്യയമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് മുൻവിനേച്ചം എന്ന് പറയുന്നത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു, പ്രത്യയങ്ങളൊന്നുമില്ല, രണ്ട് ക്രിയകൾ സാധാരണ പോലെ ഒന്നിച്ചു നിൽക്കുന്നത്. പിൻവിനേച്ചം എന്ന് പറഞ്ഞാൽ ആൻ എന്ന പ്രത്യയമാണ് അവിടെ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാക്യത്തിൽ ആൻ എന്ന് പറയുന്ന ഒരു പ്രത്യയം ഉണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ ക്ലിയർ ആയോ? ആയില്ല. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു. ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്താ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണാൻ വന്നു, കാണുവാൻ വന്നു, പറയാൻ വന്നു, നോക്കാൻ പറഞ്ഞു. താഴെ തന്നിരിക്കുന്നവയിൽ പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏത്? ചെന്ന് പറഞ്ഞു, കാണാൻ വന്നു, കാണവേ പറഞ്ഞു, പോകവേ കണ്ടു എന്ന് പറഞ്ഞ് ഓപ്ഷൻ തന്നാൽ ആൻ എന്ന പ്രത്യയം വരുന്നത് പിൻവിനേച്ചത്തിലാണ്. അപ്പൊ ഇവിടെ കാണാൻ വന്നു ആണ് ഉത്തരം. ഇത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ വിനേച്ചമാണ് തൻവിനേച്ചം. തനിയെ നിൽക്കാൻ ഇഷ്ടമുള്ള വിനേച്ചം. ഇത്രയൊന്നുമില്ല, തനിയെ നിൽക്കാൻ സ്വാതന്ത്ര്യം. ഇവിടെയും നമ്മൾ ഓപ്ഷൻ നോക്കിക്കോ. കാണവേ പറഞ്ഞു, കാണേ പറഞ്ഞു, കേൾക്കവേ പറഞ്ഞു, കേൾക്കേ പറഞ്ഞു, പോകവേ കണ്ടു, പോകെ കണ്ടു, പറയവേ കേട്ടു, പറയേ കേട്ടു. ഏതാ ഉത്തരായിട്ട് വരുക? എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് ഇവിടെയും ഉണ്ട്. നിങ്ങൾക്ക് ഇതാ മാർക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യയം അവിടെ ഉണ്ടല്ലോ. കാണേ പറഞ്ഞു, കാണവേ പറഞ്ഞു, കേൾക്കവേ പറഞ്ഞു, കേൾക്കേ പറഞ്ഞു. ആണോ? ആണോ? ഏ ഒന്നുമല്ല, ഒറ്റ ഒന്നേ ഉള്ളൂ. അവയും ഏയും. എന്നല്ല, അവേ ഏ. കാണവേ, കേൾക്കവേ, പറയവേ. അതുപോലെ കാണേ പറഞ്ഞു, കേൾക്കേ പറഞ്ഞു. ഇങ്ങനെ ഏ എന്നും അവേ എന്നും പ്രത്യയം വരുന്നുണ്ടോ അത് തൻവിനേച്ചമാണ്. രണ്ട് ക്രിയകൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മുൻവിനേച്ചാണ്. ആൻ എന്ന പ്രത്യയം വരികയാണെങ്കിൽ അത് പിൻവിനേച്ചാണ്. അവേ എന്നോ ഏ എന്നോ പ്രത്യയം വരികയാണെങ്കിൽ അത് എന്താണ്? അത് തൻവിനേച്ചമാണ്. പോകവേ, കേൾക്കവേ, കാണവേ, നടക്കവേ. അപൂർണക്രിയം പൂർണ്ണക്രിയം ഒന്നിച്ച് നടക്കുന്നതാണ് സംഭവം. പക്ഷെ നമുക്ക് അവയെന്നും ഏ എന്നും പ്രത്യയവും കാണുന്നുണ്ടോ അത് തൻവിനേച്ചം. കിട്ടിയോ? ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല മിസ്സേ, പതിഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ മിസ്സേ കേൾക്കുന്നത്. അതെന്താണാവോ? നോക്കട്ടെ. ഇപ്പൊ അങ്ങനെ തന്നെയാ? അങ്ങനെ തന്നെ മിസ്സേ കേൾക്കുന്നത്. ഒരു മിനിറ്റ്. എനിക്ക് മിസ്സിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നില്ല, പക്ഷെ സൗണ്ട് വളരെ കുറവാണ് കേൾക്കുന്നത്. സൗണ്ട് കുറവായിട്ട് തോന്നിയോ? ഒരു മിനിറ്റ്. ചിലപ്പോ അത് ഒന്ന് ഞാൻ ലെഫ്റ്റ് അടിച്ച് ഒന്നുകൂടി ജോയിൻ ചെയ്യട്ടെ. സമയമായി എങ്കിൽ ഈ ഒരു ഭാഗം തീർക്കട്ടെ. അപ്പൊ ഞാൻ ഒന്ന് ലെഫ്റ്റ് അടിച്ച് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ മിസ്.
എന്താ കിട്ടാത്ത? ഇപ്പൊ കേക്കാവോ? കേൾക്കുന്നുണ്ട് മിസ്സേ. ഇപ്പൊ ക്ലിയർ ആയി മിസ്സേ. ഓക്കെ, ഒരു മിനിറ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. എവിടെ എന്റെ PPT? അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയേക്കുന്നേ? തൻവിനേച്ചം. തൻവിനേച്ചം. അപ്പൊ തൻവിനേച്ചത്തിന്റെ പ്രത്യയം ഞാൻ പറഞ്ഞില്ലേ? നവേ എ എന്ന പ്രത്യയം. അത്രേ ഉള്ളൂ തൻവിനേച്ചം. ഇനി അടുത്ത നാലാമത്തതാണ് നടുവിനേച്ചം. നടുവിനേച്ചം ഒന്നുമില്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്നു. നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്ന ക്രിയ അത് തന്നെ. ആ ക ഉക അവസാനം ഉണ്ടാവും. ആ ക ഉക പ്രത്യയങ്ങൾ വരുന്നതാണ് കേവല ക്രിയ. പറയുക, ഉക കണ്ടോ? ആ ക ഉക. പറയുക, പറയാ, കേൾക്കാം, പോകാം, പോവുക. ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നടുവിനേച്ചം. അതിന്റെ പ്രത്യയാണ് ആക്ക ഉക. പറയാം, കേൾക്കുക, പോകാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നടുവിനേച്ചം. ഇനി ലാസ്റ്റ് വൺ ആണ് പാക്ഷിക വിനേച്ചം. പാക്ഷിക വിനേച്ചം എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ കാണിക്കുന്നത്. അതായത് ഒരു ക്രിയ നടന്നാലേ മറ്റൊരു ക്രിയ നടക്കൂ. പഠിച്ചാൽ പറയാവോ? നടുവിനേച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ക്രിയയെ കാണിക്കുന്നു. പോവുക, പോകാം, പറയുക. അപ്പൊ ആ കാവുക അവസാനം വരും. നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ പദങ്ങള് പോവുക, പറയുക, കേൾക്കാം, പോകാം, ഇങ്ങനെ വരുന്ന പദങ്ങളൊക്കെയാണ് നടുവിനേച്ചത്തില് ഉൾപ്പെടുന്നത്. ഇപ്പൊ കിട്ടിയോ? ഇനി ലാസ്റ്റ് വരുന്നത് പാക്ഷിക വിനേച്ചം. ഒരു ക്രിയ നടന്നാലേ മറ്റൊരു ക്രിയ നടക്കുള്ളൂ. പഠിച്ചാൽ ജയിക്കാം, തന്നാൽ തിന്നാം, കണ്ടാൽ പറയാം, ഇങ്ങനെ വരുന്നതാണ് പാക്ഷിക വിനേച്ചം. എന്താ പ്രത്യയം? പഠിച്ചാൽ ജയിക്കാം, കാണുകിൽ പറയാം, ഇൽ കൽ ഉകിൽ, ഇൽ കൽ ഉകിൽ. അത് തന്നെ, ഇൽ കൽ ഉകിൽ എന്നീ പ്രത്യയങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അത് പാക്ഷികം. പഠിച്ചാൽ ജയിക്കാം, കാണുകിൽ പറയാം, തന്നാൽ തിന്നാം, കണ്ടാൽ പറയാം. ഇൽ കൽ ഉകിൽ എന്നൊക്കെയുള്ള പ്രത്യയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് പാക്ഷിക വിനേച്ചാണ്. ഇത്രയേ ഉള്ളൂ ക്രിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞേക്കുന്നത് ഒന്നുമില്ല. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിയേനെ പലതരത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് എന്താണ്? ഒരു ആരെ എന്തിനെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് സകർമ്മകവും ഉത്തരം കിട്ടാത്തത് അകർമ്മകം എന്ന രീതിയിൽ ഒരിക്കൽ തിരിച്ചു. രണ്ടാമത്തേത് കേവലം പ്രയോജകം എന്ന രീതിയിൽ കർത്താവ് സ്വന്തമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നത് കേവലവും മറ്റൊരാളുടെ പ്രേരണയിലോ സാന്നിധ്യത്തിലോ ചെയ്യുന്നതാണെങ്കിൽ അത് എന്താണ്? പ്രയോജക ക്രിയയാണ് എന്ന് പറഞ്ഞു. കേവല ക്രിയയെ കാരിതമെന്നും അകാരിതം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോട് കൂ ചേർന്നിട്ടുണ്ടെങ്കിൽ കാരിതം, കൂ ചേരാത്തത് അകാരിതം എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് തിരിച്ചിരിക്കുന്നതാണ് മുറ്റുവിന, പറ്റുവിന. അതിൽ മുറ്റുവിന പൂർണ്ണമായി നിൽക്കുന്ന ക്രിയ ആണെന്നും പറ്റുവിന മറ്റൊന്നിനെ പറ്റി നിൽക്കുന്ന ക്രിയ ആണെന്നും പറഞ്ഞു. ഇതിൽ പറ്റുവിനയെ തന്നെ രണ്ടായിട്ട് തിരിച്ചു. രണ്ട് രീതിയിലാണ് പറ്റി നിൽക്കുന്നത്. ഒന്ന് പേരിനോട് ചേർന്ന് നിൽക്കുന്നത് പേരച്ചാണ്. രണ്ട് ക്രിയകൾ ഒന്നിച്ചാണെങ്കിൽ വിനയച്ച് എന്നും പറഞ്ഞു. ഈ വിനയച്ചത്തെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് മുൻവിനയച്ചം, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. ക്രിയകൾക്കിടയിൽ ഒരു പ്രത്യയവുമില്ല, രണ്ട് ക്രിയ ഒന്നിച്ചു ചേരുന്നു. ചെന്നു പറഞ്ഞു, പോയി കണ്ടു, വന്നു നിന്നു, കേട്ടു നിന്നു, ഇങ്ങനെ വരുന്ന പദാണെന്ന് പറഞ്ഞു. പിൻവിനയച്ചമാണെങ്കിൽ ആൻ എന്ന പ്രത്യയം ഉണ്ടാവും. കാണാൻ പറഞ്ഞു, കാണുവാൻ വന്നു, പോകാൻ പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു, കാൺമാൻ വന്നു, ആൻ എന്ന പ്രത്യയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ തൻവിനയച്ചം തനിയെ നിൽക്കുന്നതാണെന്നും അവേ എന്നോ ഏ എന്നോ പ്രത്യയം ഉണ്ട്. കാണവേ പറഞ്ഞു, കേൾക്കേ പറഞ്ഞു, കാണേ പറഞ്ഞു, കാണവേ പറഞ്ഞു. അപ്പൊ അവേ ഏ എന്ന പ്രത്യയം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നടുവിനേച്ചം, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്രിയ ആണെന്നും ആ ക ഉക പ്രത്യയങ്ങളാണ് അവിടെ വരുന്നതെന്നും പറഞ്ഞു. പോവുക, പറയുക, പറയാ, കേൾക്ക, ഇങ്ങനെയുള്ള പദങ്ങളാണ്. അവസാനം 5ആമതായിട്ട് വരുന്നതാണ്
എന്ത് പാക്ഷിക വിനിയച്ചം. അവിടെ ഇൽ, കൽ, ഉകിൽ എന്നീ പ്രത്യയങ്ങൾ വരുന്നു. ഒരു കാര്യം സംഭവിച്ചാലേ മറ്റൊരു കാര്യം സംഭവിക്കുകയുള്ളൂ. പഠിച്ചാൽ ജയിക്കാം, തന്നാൽ തിന്നാം, കാണുകിൽ പറയാം. ഇത്രയും കഴിഞ്ഞ ക്രിയ എന്ന് പറയുന്ന ടോപ്പിക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ സകർമ്മ അകർമ്മം ഏ സകർമ്മ അകർമ്മം ഇല്ല എന്ന് പറയാമോ? സകർമ്മകം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ക്രിയ കിട്ടിക്കഴിഞ്ഞാല് ആ ക്രിയ വായിക്കുമ്പോ അതിൽ ആരെ എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ? അങ്ങനെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകം. കൊല്ലുക എന്ന് പറയുന്ന ഒരു പദം കേട്ടോ നമ്മൾ എന്ത് ചോദിക്കും? ആരെ എന്തിനെന്ന് ചോദിക്കില്ലേ? അടിക്കുക ആരെ എന്തിനെ? ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാനുള്ള ഒരു ആകാംക്ഷ അവിടെ ഉണ്ടെങ്കിൽ അത് സകർമ്മകം. അങ്ങനെ ഒന്നും ചോദ്യമില്ല, ഉറങ്ങി എന്ന് പറയുക അല്ലെങ്കിൽ തിളങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആരെ എന്തിനെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുന്ന പദങ്ങളാണെങ്കിൽ അത് അകർമ്മകം. ഓക്കെ ആയോ? എന്താ എനിക്ക് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല. മിസ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ റെക്കോർഡ് ഒന്ന് ക്ലാസ് കണ്ടിട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, വോയിസ് അയച്ചുതരാം കേട്ടോ. എന്താണ് ഇവിടെയാണ് ഡൗട്ട് എന്ന്. ഓക്കെ. അപ്പൊ ഇവിടത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പേരച്ചത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? നമ്മൾ പഠിച്ചു, ഉത്തരം പറഞ്ഞു. ഒടിഞ്ഞ മരം. ഒടിഞ്ഞ മരം. എന്തുകൊണ്ടാ ഒടിഞ്ഞ മരായത്? എന്തുകൊണ്ടാ ഒടിഞ്ഞ മരായത്? മരം ഒരു നാമമല്ലേ? മരത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ആ, മരം എന്ന് പറയും, മരത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ടല്ല, മറിച്ച് എന്താണ്? മരം എന്ന നാമത്തോടെ സൂചിപ്പിക്കുന്നത് കൊണ്ട്, പേരിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണോ? നാമത്തോട് ചേർന്ന് അവിടെ പറഞ്ഞ ഉത്തരം അതാണ്. നാമത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പേരച്ചം. നാമത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പേരച്ചം. പേരിനോട് ചേർന്ന് നിൽക്കുന്നത്. മരം എന്ന് പറയുന്നത് നാമമാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നാമാണ്. അപ്പൊ ഈ മരം എന്ന് പറയുന്ന നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് ഒടിഞ്ഞ, അല്ലെ? ഒടിഞ്ഞ മരം. അപ്പൊ പേരിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് പേരച്ചമാണ്. ഈ ചോദ്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മിസ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം ഏത്? വരെ, കൊണ്ട്, ചാടി, പറ്റി. ഉത്തരം പറഞ്ഞോ. ഇത് ഈ ഒറ്റ നോട്ടത്തെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കൊണ്ടോ? ഒന്ന് ചിന്തിച്ചേ അധ്യാപകരെ. ഇവിടെ നോക്കിക്കേ. വരെ, കൊണ്ട്, ചാടി എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു അർത്ഥം കിട്ടുന്നില്ലേ? ചാടി കിട്ടുന്നുണ്ടോ? ചാടി അർത്ഥം കിട്ടുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു ചാടി എന്ന് പറയുമ്പോ തുള്ളി എന്നുള്ള അർത്ഥത്തിലോ കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലോ ചാടി എന്ന അർത്ഥം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ വരെ, കൊണ്ട്, പറ്റി ഈ മൂന്നെണ്ണത്തിൽ അർത്ഥം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ ഇവിടെ ആരാ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ചാടി. ഇതിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ മറ്റു മൂന്നെണ്ണം ദ്യോതകമല്ലേ? വരെ, കൊണ്ട് കേൾക്കുമ്പോൾ അർത്ഥമില്ല എന്നുള്ളതും മറ്റു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം അർത്ഥം തരുന്നവയുമാണ് ദ്യോതകം. വരെ, കൊണ്ട്, പറ്റി കേരളത്തെ പറ്റി കേൾക്കാത്തവരില്ല. മറ്റൊരു പദത്തോട് ചേരുമ്പോൾ അർത്ഥം കിട്ടുന്നു. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്നത് ചാടിയല്ലേ? അപ്പൊ പിന്നെ ഇത് ഒന്ന് ശ്രദ്ധിച്ചാ ഉത്തരം കിട്ടൂലേ? ഫസ്റ്റത്തെ തെറ്റുകളെ നമുക്ക് ക്ഷമിച്ചു കളയാം. രണ്ടാമത്തത് ഇത്രയും പറഞ്ഞതിന് ശേഷം തെറ്റുമ്പോ അത് നമ്മുടെ അശ്രദ്ധയാണ്. ഇനി അടുത്ത ചോദ്യം നോക്ക്. താഴെ ചേർത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമം ഏത്? അവൾ, നീ, അദ്ദേഹം, ഞാൻ. ഉത്തമ പുരുഷൻ ഞാനാണ്. അവളാണെങ്കിലോ? അവൾ
പ്രഥമ പുരുഷൻ. അദ്ദേഹം അദ്ദേഹം മധ്യമ പുരുഷൻ. അദ്ദേഹം പ്രഥമൻ. നീയോ? നീ മധ്യമൻ. ഓക്കെ. അപ്പൊ ഞാനാണെങ്കിൽ ഉത്തമ പുരുഷനാണ്, അതെല്ലാരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അവൾ അദ്ദേഹമാണെങ്കിൽ പ്രഥമനാണ്, നീ എന്നാണെങ്കിൽ മധ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്ക്. ഇവിടെ നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം രാവണൻ എന്ന രാക്ഷസൻ എന്ന് പറയുന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? വാചകം, വിഭക്തി, വചനം, ദ്യോതകം. വചനം നമ്മൾ വിഭക്തിയും പഠിച്ചിട്ടില്ല, പക്ഷെ ബാക്കി രണ്ടും നമ്മൾ പഠിച്ചു. പറഞ്ഞോ, ഏത് വരും? ദ്യോതകമാണോ മിസ്സേ? എന്നോട് ഡൗട്ട് ആണോ? ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ, ഏതായിരിക്കും? എന്നാ അത് മറ്റു പദത്തോട് ചേർന്ന് നിൽക്കല്ലേ? അത് തന്നെ, അറിയാലോ ഉത്തരം, അത് തന്നെ. അപ്പൊ ദ്യോതകാണ് ഉത്തരം. എന്നാണ് മറ്റു പദത്തോട് ചേരുമ്പോൾ മാത്രം തന്നിരുന്നത്. അപ്പോ എന്ന് പറയുന്ന പദം ദ്യോതകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രയോജക ക്രിയക്ക് ഉദാഹരണമായി നൽകാവുന്നത് ഏത്? ഇത് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ശങ്കിച്ചു പോവുമെങ്കിലും പലരും കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഒരു അബദ്ധം ചെയ്തു. ചോദ്യം തെറ്റാന്നും പറഞ്ഞ് ഉത്തരം എഴുതാതെ വന്നു. പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുമില്ല. ഇതിന് മാർക്ക് അതില് കൂട്ടിച്ചേർത്തിട്ടുമില്ല. ഇത് നമ്മൾ എന്താണ് ഒന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്ന മിസ്റ്റേക്ക് ആണ്. ഇതിലെ ഉത്തരം ഏതാ? പ്രയോജക ക്രിയക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി, കാട്ടുന്നു. ഓപ്ഷൻ ഡി, കാട്ടുന്നു. കാരണം ഇവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യത എന്താണെന്നറിയാവോ? കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കേവലം, മറ്റൊരാളുടെ പ്രേരണയിൽ ചെയ്യുന്നതാണ് പ്രയോജകം എന്ന് നമുക്കറിയാം. ഇവിടെ മറ്റൊരാളുടെ പ്രേരണയിലോ സാന്നിധ്യത്തിലോ ആ സാന്നിധ്യം നമ്മൾ എപ്പോഴും മറന്നുപോകും. എന്നിട്ട് നടക്കുന്നു, തിരിയുന്നു, ഉണ്ണുന്നു, കാട്ടുന്നു, ഇത് നാലും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ, കേവലല്ലേ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ കാട്ടുന്നു എന്ന് പറയുമ്പോ അത് കാട്ടുന്നു, കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തില് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മറ്റൊരാളുടെ സാന്നിധ്യം കൂടിയുണ്ട് എന്നുള്ള രീതിയിൽ യോജിക്കുന്ന പദം അതാണ്. പക്ഷെ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ എല്ലാരും ഇത് നാലും കേവലല്ലേ എന്നും പറഞ്ഞ് അത് തെറ്റാണ് എന്നും പറഞ്ഞു വന്നു. പക്ഷെ ചോദ്യത്തില് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളെ ഒന്ന് അളക്കുന്ന ചോദ്യമാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റാന്നും പറഞ്ഞ് എഴുതാതിരിക്കരുത്. കൃത്യമായി വായിച്ച് കുറച്ചുകൂടി ഉചിതമായി നിൽക്കുന്നതിനോട് നോക്കി കറുപ്പിക്കണം. അപ്പൊ ഓപ്ഷൻ ഡി തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? ചെന്നു പറഞ്ഞു, വരാൻ പറഞ്ഞു, പോയാൽ കാണാം, പോകവേ കണ്ടു. വരാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? വരാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാ? ആൻ എന്ന പ്രത്യയം പിൻവിനയച്ചം. ചെന്നു പറഞ്ഞു ഏതാണ്? ചെന്ന് പറഞ്ഞു ഏത് വിനയച്ച? ഭൂതകാലത്തെ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന വിനയച്ചം. ഏത് വിനയച്ചം? മുൻ വിനയച്ചം അല്ലെ? പോയാൽ കാണാം, പോയാൽ കാണാം, അതോ ഏതായിരിക്കും? വിനയച്ചം. അത് തന്നെ, പാക്ഷിക വിനയച്ചം. അടുത്തത് പോകവേ കണ്ടു ആണെങ്കിലോ? പോകവേ കണ്ടു തൻവിനയച്ചം. അപ്പൊ ഇത്രേ ഉള്ളൂ 6 ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങൾ. നമ്മുടെ സമയം വളരെ വൈകി അല്ലെ? അപ്പം 6 ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതാ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി ഇത് തെറ്റോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നിന്നും തെറ്റ് പറ്റിയതൊക്കെ തിരുത്താനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഇത് തെറ്റുവോ? ക്ലിയർ ആയിരുന്നോ ഇന്നത്തെ ക്ലാസ്? ക്ലിയർ ആയിരുന്നു. അപ്പൊ നാളത്തേക്ക് ഇത് പഠിച്ചിട്ട് വരണം, മറന്നു പോകരുത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു തുടക്കം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്സാരമായി കാണരുത്. ഇന്ന് തന്നെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉള്ള ഭാഗം ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് പഠിച്ചു പോവുക. നാളെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്റെ ക്ലാസ് ആരംഭിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത് മുഴുവനും ഉണ്ടാവണം കേട്ടോ. ഒന്നും അറിയാത്ത പോലെ ഇരിക്കരുത്. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. താങ്ക് യു. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതായിരുന്നു? പിന്നെ പേരച്ചത്തിന് ഉദാഹരണമായി വരുന്ന പദം. ഈ പേരച്ചത്തിന് ഉദാഹരണമായിട്ട് വരുന്ന പദം എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്? ഒടിഞ്ഞ മരം, കരഞ്ഞു കലങ്ങിയ, പറഞ്ഞു വിട്ടു, എറിഞ്ഞു വീഴ്ത്തി. അപ്പൊ എന്തായിരിക്കും ഉത്തരം ഉണ്ടാവുക? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ വെച്ചൊന്ന് ഉത്തരം പറഞ്ഞേ. ഒടിഞ്ഞ മരമായിരിക്കൂലേ?
അതെങ്ങനെയായിരിക്കും ഒടിഞ്ഞ മരം എങ്ങനെയാ വരുന്നേ? എന്താ പേരച്ചെന്ന് പറഞ്ഞ എന്താണ്? നാമവിശേഷം. നാമവിശേഷനാണോ പേരച്ചം? നാമവിശേഷനാണോ പേരച്ചം? പറഞ്ഞു കലങ്ങിയ. പറഞ്ഞു കലങ്ങിയാണോ ഉത്തരം വരുന്നേ? അനുശ്രീ എന്നല്ലേ മിസ്സിന്റെ പേര്? അനുശ്രീ മിസ് നാളെ വരുന്ന സമയത്ത് ഈ റെക്കോർഡ് ക്ലാസ് മുഴുവനും കണ്ടിട്ട് ഈ ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് നാളെ തിരിച്ചു പറഞ്ഞു തരണം. എന്തുകൊണ്ടാ ഇത് ഇത്രയും പറഞ്ഞെന്നറിയോ? ഇത്രയും സമയം ഞാൻ ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് ഒടിഞ്ഞ മരം പേരിനോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ ഇവിടെ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പത്തെ അവസാനത്തെ മിസ്സിന്റെ ചോദ്യത്തില് എനിക്ക് മനസ്സിലായി ഒന്നും മനസ്സിലായിട്ടില്ല എന്ന്. അപ്പൊ പിന്നെ നാളത്തേക്ക് ഇത് കണ്ടിട്ട് എനിക്ക് മൊത്തം പറഞ്ഞു തരണ്ടേ? അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ട് വരണം. ഞാൻ എന്തായാലും ഇതൊന്ന് ചോദ്യം ചോദിക്കും. ഇതിൽ ഉത്തരം വരുന്നത് ഒടിഞ്ഞ മരാണ് കേട്ടോ. പേരച്ചം എന്ന് പറഞ്ഞാൽ അതെ, പേരച്ചം എന്ന് പറഞ്ഞാൽ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ എന്നാണ് അർത്ഥം. അത് സംശയത്തോടെയല്ലേ പറഞ്ഞത്? അപ്പൊ എന്നോട് പറഞ്ഞു അല്ല, അടുത്ത ഓപ്ഷൻ പറഞ്ഞു. അപ്പൊ നാളെ ഇത് പഠിച്ചിട്ട് വന്നാ മതി. ആയിക്കോട്ടെ മിസ്. എന്നാല് ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ പറഞ്ഞു വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം. അപ്പൊ ഈ ചോദ്യത്തിലൊന്നും ഉണ്ടായില്ല ഇവിടെ. ഞാനല്ല മോളെ പോയത്. 1-2 മാത്രമേ ഇല്ലേനു, ബാക്കിയെല്ലാത്തിന് ആൻസർ ചെയ്തിരിക്കും. ഓക്കെ, എന്നാ പറഞ്ഞോ. വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം ഏതാ? അതില് ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി അങ്ങ് പറഞ്ഞോ. ഏതായിരിക്കും വരുന്നേ? ഓപ്ഷൻ ഒന്നുകൂടി വായിക്കേ. വരെ, കൊണ്ട്, ചാടി, പറ്റി. അപ്പൊ അതിൽ ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്? വരെന്നല്ലേ? വരെന്നാണോ? അപ്പൊ ഞാൻ ഈ മിസ്സിനോട് പറയണ്ടേ നാളെ ഈ റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിച്ചിട്ട് വരണമെന്ന് പറയണ്ടേ? ബാക്കിയുള്ളവരൊന്ന് പറയണ്ടേ? അപ്പൊ മിസ് നാളത്തെ ക്ലാസ് കണ്ടിട്ട് പഠിച്ചിട്ട് വായോ. ഈ ചോദ്യത്തിന് ഉത്തരം മിസ്സായിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഇത്രയും 1 മണിക്കൂറിലധികം ഇവിടെ ഇരുന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് മിസ്സിന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പൊ അതെങ്ങനെ ശരിയാവും? ഈ വരെ, പറ്റി, നിന്ന് എന്നീ പറയുന്ന പദങ്ങളൊക്കെ മറ്റു പദത്തോട് ചേർന്ന് നിന്ന് അർത്ഥം തരുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം ദ്യോതകാണ് വരുന്നത്. ചാടി എന്ന് പറയുന്ന പദം കേൾക്കുമ്പോ തന്നെ നമുക്ക് അർത്ഥം കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഇത് വാചകാണ്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ പെടാത്ത ഏതാ? ചാടി. ഇത്രേ ഉള്ളൂ. ഉത്തരം കിട്ടിയിട്ടോ? അപ്പൊ നാളത്തേക്ക് പഠിച്ചിട്ട് വരണേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇനിയൊന്നുമില്ല. ബാക്കിയൊക്കെ ക്ലിയർ ആയോ? ഓക്കെ, എന്നാല് ശരി. മിസ്, അതായത് നമ്മളൊരു നമ്മൾ പഠിച്ച ഇതില് ഗ്രാമർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. ഡിസ്കോഴ്സസ് മാത്രമേ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം അതിനും ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുപേരെല്ലാം റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നത്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാണ്ടൊന്നും ഇരിക്കണ്ട. നമുക്കില്ലേ, എനിക്കറിയാം നിങ്ങൾക്ക് വ്യാകരണം കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് വ്യാകരണം. അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ ഒന്നും പറയാതിരുന്നാലേ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വിചാരിക്കും നിങ്ങളെല്ലാം പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടെന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ തെറ്റ് പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം തെറ്റ് പറയരുത്, അതിന് മുമ്പൊക്കെ തെറ്റ് പറഞ്ഞു. തെറ്റിനെ നമുക്ക് ശരിയാക്കി പഠിക്കാം കേട്ടോ. യെസ് മിസ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത്. മലയാളം അതുകൊണ്ടാണ് അല്ലെ? അത് കുഴപ്പമൊന്നുമില്ല മിസ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ട് നമുക്ക് ഈ മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാന്നൊന്നുമില്ല. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ്സിന് ക്ലിയർ ആയിരുന്നോ? യെസ് മിസ്. അത് മതി. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിർത്തരുത്. ഇന്ന് രാത്രി നമ്മൾ പഠിച്ച കാര്യം ഇന്ന് തന്നെ നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് സാറിന് അയച്ചോ. ഞാനത് കണ്ട അപ്പൊ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ മിസ്, താങ്ക് യു. കേട്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ എല്ലാരും പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സാറിന് ഒരു വോയിസ് മെസ്സേജ് അങ്ങ് ഇട്ടോ. ഞാനത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ് മിസ്. ഗുഡ് നൈറ്റ് മിസ്.